ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ബിലേഷ്. ഇന്നൊരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ചിക്കനിൽ മസാല പരട്ടി വെക്കാം. ഓക്കെ, നമ്മൾ 3.5 കിലോ ചിക്കനാണ് അതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് മസാല ചേർക്കാം. 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം. മഞ്ഞപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ കേട്ടോ. മസാല 1 ടീസ്പൂൺ, ചിക്കൻ മസാല കേട്ടോ. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ. കുറച്ച് വേപ്പിലയും പച്ചമുളകും. ചെറിയ ടീസ്പൂൺ ആയ കാരണം ഒരു 2 ടീസ്പൂൺ ഉപ്പ് പൊടി ഇടാം കേട്ടോ. കുറച്ച് സബോളയും ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. എല്ലായിടത്തേക്കും മുളകൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്, മസാലയൊക്കെ ആക്കിയിട്ട് ഇനി നമുക്കൊരു അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ബാക്കി പരിപാടിയിലേക്ക് നോക്കാം. നമുക്ക് സബോള വാട്ടാം. ഇത് ചിക്കൻ കറിയിലേക്കുള്ള സബോള, തക്കാളി, മല്ലിയില, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള സബോള വാട്ടാവേ. കൊടുക്കാം നമുക്ക്. ഇനി ഇരുന്നിട്ട് ഇങ്ങനെ ആയോളും. ഇനി നമുക്ക് സബോള വാട്ടാവേ. ചിക്കനിലേക്കുള്ള സബോളയാണ്. ഇനി നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ബിരിയാണിക്ക് വേണ്ടി 1.5 കിലോ അരിയാണ് എടുത്തുള്ളത്. അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം വേണം ഇത് നമ്മൾ കഴുകി ഉപയോഗിക്കാൻ. ഓക്കെ, ഇതിപ്പോൾ കഴുകി വെച്ചുള്ളതാണ്. നമുക്ക് ബിരിയാണിയുടെ പരിപാടി നോക്കാം ഈ സമയത്തിനുള്ളിൽ. ഓക്കെ, അപ്പം നോക്കിയപ്പോൾ 2 പാത്രമായിരുന്നു ഈ ചോറും പാത്രത്തിൽ. അപ്പം നമുക്കൊരു 3 പാത്രം വെള്ളം ഒഴിക്കാം. ബിരിയാണി വയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് ചൂടുവെള്ളം എക്സ്ട്രാ കരുതണം. ചിലപ്പോൾ വെള്ളം തികയാതെ വരാണെങ്കിൽ ഒഴിക്കാൻ വേണ്ടിയാണ്. വെള്ളം പെട്ടെന്ന് ഇല്ലാതെ ആവുകയാണെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയാണ് കുറച്ച് വെള്ളം വേറെ പാത്രത്തിൽ എപ്പോഴും കരുതണം, ചൂടുവെള്ളം. ഓക്കെ, കുറച്ച് കുരുമുളക്, പിന്നെ ഈ മസാല അല്ല കരപ്പട്ട, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ആദ്യം ബിരിയാണിയുടെ വെള്ളത്തിലേക്ക്. ഒരു ലേശം ഗരം മസാല, ഒരു ലേശം ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ചതച്ചത് കേട്ടോ. പിന്നെ ഒരു ലേശം ഇഞ്ചി, പിന്നെ പച്ചമുളക് ഒരു 3 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്. പൈനാപ്പിളിൻ്റെ എസൻസ് ലേശം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ വെള്ളത്തിൽ. ഒരു ചെറിയ ടീസ്പൂൺ കൊണ്ട് ഒരു 2 ടീസ്പൂൺ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എല്ലാം ഒന്ന് മിക്സ് ആവട്ടെ. ഇപ്പുറത്ത് നമ്മൾ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. വല്ല ആവശ്യം വരാണെങ്കിൽ നമുക്ക് ഒഴിക്കാൻ വേണ്ടി നമ്മൾ കരുതുന്നതാണ്. ഇത് ചിക്കനിലേക്കുള്ള സബോളയാണ്. നമുക്കിതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ അപ്പുറത്തൊക്കെ വെച്ചുള്ള കാരണം നമുക്ക് പെട്ടെന്ന് പണി തീർക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാവേ. ഇപ്പോൾ ബിരിയാണിയുടെ വെള്ളം നമ്മൾ നന്നായി തിളച്ച് മറിയുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇടാം. നമുക്കിതിൽ ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം കേട്ടോ. പിന്നീട് ഉപ്പിടേണ്ട കേസ് ബുദ്ധിമുട്ടാണ്. ബിരിയാണിയുടെ വെള്ളത്തിൽ ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം നമുക്ക്. ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്. നമുക്കൊരു തരി ഉപ്പും കൂടി ഇടാം. ഇനി നമുക്ക് അരി കുറച്ച് പതുക്കി ഇടാം കേട്ടോ. കഴുകി വെച്ചുള്ള അരിയാണ്. അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണം അരി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ കുറച്ച് നേരം. ഒരു പകുതി വേവ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു തരി നേരം കൂടി പിടിക്കാൻ വേണ്ടോ. എന്നിട്ട് നമുക്ക് മൂടി വെച്ചാൽ മതി, തീ ഓഫാക്കിയിട്ട്. ഇതായിട്ട് തീ ഓഫാക്കിയിട്ട് നമ്മളിതൊന്ന് മൂടി വെച്ചാൽ മതി. മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ലേശം ഗരം മസാല, ചിക്കൻ മസാല. മുളക് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മൾ ബിരിയാണിയിൽ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പം ആ സാധനങ്ങളൊക്കെ നമുക്ക് ചേർത്തിട്ട് ഒന്നും കൂടി മൂടി വയ്ക്കാം. പൈനാപ്പിൾ എസൻസ് കുറച്ചൊന്നും ഇങ്ങനെ ഒഴിക്കാം. ഇല
കുറച്ചൊന്നിങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, സബോള ഇതൊക്കെ വറുത്ത് വെച്ചത് നമുക്കൊന്ന് അതിൻ്റെ മുകളിൽ കൂടെ ഇനി നമുക്ക് മൂടി വെക്കാവേ. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. പിന്നെ ഇപ്പോൾ തക്കാളിയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇടാം. ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് തീ ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. പിന്നെ ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും, വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. എന്നാലും നമ്മൾ ഇളക്കുന്നതൊന്നും കുറയാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് മീഡിയത്തിലിട്ടൊന്ന് പതുക്കെ വേവിക്കാം. ചിക്കൻ നന്നായി വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് മൂടി വയ്ക്കാം. എന്താ സ്മെല്ല്! അപ്പോൾ മക്കളെ, ഒരു രക്ഷയുമില്ല. നമ്മുടെ ചിക്കൻ കറി അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബിരിയാണി ഒക്കെ എടുത്തൊന്നൊരു ലേശം ഞാൻ ഒന്ന് കഴിച്ചു നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്താ സ്മെല്ല്! വന്നാ നീ ഇത്ര നേരം എവിടെയായിരുന്നു? നമ്മളൊന്ന് കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ടെന്ന് നോക്ക്. അപ്പൊ നീ മാത്രം തിന്നാ മതി, എനിക്കെന്തായോ? എന്താ തിന്നോളാ, ഞാൻ കഷ്ടപ്പെട്ട് വെച്ചതല്ലേ, എനിക്കും കുറച്ച് തായോ. അല്ല മക്കളെ, ഒന്നും പറയാനില്ല. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ചെയ്ത് നോക്കിയോളൂ. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം ബിലേഷ്. ഓക്കെ.